ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവനവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായി ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അതുനിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ താൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടിട്ട് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. ആശയപൂർണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ നിന്നെ ആയിരിക്കണം. അങ്ങനെ സാർ അബ്രഹാമിനെ യജമാനനെന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതെ വണ്ണം വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കരുണയുള്ളവനായിരിക്കട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. മുൾപ്പടപ്പിൽ വസിച്ചവൻ്റെ പ്രസാദം നിങ്ങളുടെ കുടുംബജീവിതത്തിന്മേൽ ആയുഷ്കാലമൊക്കെയും ആവസിക്കുമാറാകട്ടെ. ആകാശഭൂമി ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുക. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ മഹത്വമുള്ള നാമത്തിനായി നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസന്റെ അതേ ശുശ്രൂഷയാൽ കർത്താവേ, ദൈവവചനപ്രകാരം വിശുദ്ധ ഉടമ്പടിയാൽ ഒരു വിശുദ്ധ കുടുംബം കൂടെ ഇന്ന് പൽക്കാലം ഉടലെടുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയതോർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. വിവിധ സാഹചര്യങ്ങൾ ജനിച്ചു വളർന്ന് നല്ല വിദ്യാഭ്യാസത്തിലായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഇന്ന് പകൽക്കാലം ഒരു വിശുദ്ധ കുടുംബമായി തീരുവാൻ അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം നൽകിയ ഭാഗ്യ പദവിക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അവരുടെ ആയുഷ്കാലമൊക്കെയും തിരുമേനി അവരെ ഏതെല്ലാം സ്ഥാനത്താക്കുമോ അവിടെയൊക്കെയും അവർ അനുഗ്രഹീതരായി ശാരീരികമായി, മാനസികമായി, ആത്മീകമായി, ഭൗതികമായി അനുഗ്രഹീതമായ നിലയിൽ
കർത്താവിന്റെ സന്നിധി ശോഭിപ്പാൻ അവരെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. അബ്രഹാമിനോടുകൂടെ അതെ സാറയെയും ഇസഹാക്കിനോടുകൂടെ റെബേക്കയെയും അതേ യാക്കോബിനോടുകൂടെ റാഹേലിനെയും ബോവസിനോടുകൂടെ രൂത്തിനെയും അക്വിലാഹോടുകൂടെ പ്രിസ്കില്ലെയും അങ്ങനെ പൂർവ്വപിതാക്കന്മാർ മാതാക്കൾ ഒരുമിച്ച് സംയോജിച്ച് കർത്താവിന് മഹത്വമായി തീർന്നതുപോലെ ഇവരുടെ ആയുഷ്കാലം കുടുംബജീവിതത്തിൽ യഹോവയ്ക്ക് പ്രയോജനവും മഹത്വമായി തീരുവാൻ അവരെ ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ. അവർ സന്താനപുഷ്ടിയുള്ളവരായി ദേശത്ത് അനുഗ്രഹിക്കപ്പെടുവാൻ ഒരു മാതൃകാ കുടുംബമായി ഇരു കുടുംബങ്ങൾക്കും ഇരു സഭകൾക്കും അവരായിരിക്കുന്ന ദേശത്തിനും അവിടുത്തെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചറിഞ്ഞ് സന്തോഷിപ്പാൻ ഇടയാക്കണമേ. ആയുഷ്കാലം അവരുടെ അതേ ശരീരത്തിലും അതേ ജീവിതത്തിലും ഒരേ ശത്രുവിൻ്റെ പോരാട്ടങ്ങൾ ഏശാതെ വേണം ദൈവമേനി അവരെ ആ അനുഗ്രഹത്തിൻ്റെ വലയത്തിൽ കാത്തുകൊള്ളണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം അങ്ങയുടെ ദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ നവകുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ ദേശത്തും സമൂഹത്തിലും കർത്താവിൻ്റെ വരവരെയും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആമേൻ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവാ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവാ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേൽ മേൽ സമാധാനമുണ്ടാകട്ടെ. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് പിന്നെയും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വിഭാഗ ശുശ്രൂഷയുടെ ആരംഭം മുതൽ ഇതുവരെയും അവിടുത്തെ സാന്നിധ്യം പകർന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നതിനാൽ സ്തോത്രം. ഇന്ന് വിശുദ്ധ ഉടമ്പടി ചെയ്ത് ഒരു കുടുംബമായി തീർന്ന ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഒരിക്കലൂടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർ ദൈവസന്നിധിയിൽ വിശുദ്ധ ഉടമ്പടിയാൽ ഭർത്താവും ഭാര്യയുമായി തീരുവാൻ ദൈവം കൃപ നൽകിയല്ലോ. വരും ദിവസങ്ങളിൽ കർത്താവിനോട് ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട ജയകരമായ ഒരു കുടുംബജീവിതം ചെയ്യാൻ, ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ അങ്ങയുടെ എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും അവരുടെ മേൽ ദൈവം പകരണമേ. ഈ ശുശ്രൂഷയിൽ വിവിധ നിലകളിൽ സഹകരിച്ച അങ്ങയുടെ എല്ലാ ദാസന്മാർക്കായും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ. രണ്ട് വ്യക്തികൾ, രണ്ട് കുടുംബങ്ങൾ, രണ്ട് ദേശങ്ങൾ, രണ്ട് സഭകൾ, രണ്ട് പൈതൃകങ്ങൾ ക്രിസ്തുവിൽ ഒന്നായി തീർന്ന ഈ അനുഗ്രഹീത നിമിഷത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വിവാഹ ശുശ്രൂഷയിൽ ഒട്ടും പ്രാധാന്യമില്ല എന്ന് തോന്നുന്നതും ഒട്ടും തന്നെ സമയം അനുവദിക്കപ്പെടാത്തതുമായ ഒരു ശുശ്രൂഷയാണ് ആശംസ അറിയിക്കുക എന്നുള്ളത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് വളരെ അത്യന്താപേക്ഷിതവും പ്രാധാന്യമർഹിക്കപ്പെടുന്നതുമാണ്. കാരണം പ്രിയ ഇന്നത്തെ നവവരൻ ജസനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ നാട്ടുകാർക്ക് അല്ലെങ്കിൽ കേരളത്തിൽ ജസനെ അറിയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഡൽഹിക്കാർക്കാണ് ജസനെ നന്നായിട്ട് അറിയാവുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ജസൻ്റെ മാതാപിതാക്കൾ ജസൻ, ജിൻസി, ഈ കുഞ്ഞുങ്ങൾ ഡൽഹി പട്ടണത്തിലാണ് അവരുടെ ജനനം, അവരുടെ ബാല്യം, ശൈശവം, യൗവനം ഒക്കെ ചിലവഴിച്ചത്. ആ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കുവാനും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനും ജലത്തിൽ സാക്ഷിപ്പാനും നല്ല മാതൃകയിൽ പഥ്യോപദേശത്തിൽ വളർന്നു വരുവാനും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ IPC ഫിലദൽഫിയ മയൂർ വിഹാർ ഫേസ് 3 ചർച്ചും അതോടൊപ്പം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഡൽഹി സ്റ്റേറ്റിനും ആ കുടുംബം എന്നും ഒരഭിമാനമായിരുന്നു. 2016 മുതൽ 2022 വരെ
ആ സഭയുടെ ശുശ്രൂഷകനായിരിക്കുവാൻ ദൈവം എനിക്ക് 6 വർഷക്കാലം അവസരം നൽകി. ആ സമയത്താണ് കർത്താവിൽ ബഹുമാന്യ കർത്തദാസൻ പാസ്റ്റർ തോമസ് ഫിലിപ്പ് വെൺമണി അവർകൾ ഞങ്ങളുടെ സിൽവർ ജൂബിലി സെലിബ്രേഷനൊക്കെ അവിടെ കടന്നു വന്ന പരിമിതമായ സാഹചര്യങ്ങൾ ഞങ്ങളോടൊപ്പം സമയങ്ങൾ ചെലവഴിച്ച് നന്ദിയോടെ ഓർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ സാനിച്ചൻ ബ്രദർ ഞങ്ങൾ വിളിക്കുന്ന ബ്രദർ കെ വർഗീസ് തോമസ്, ഇന്ത്യ ഗവൺമെൻറ് തലത്തിൽ ഇൻ്റലിജൻസ് ഏജൻസിയിൽ വളരെ ഉയർന്ന നിലവാരത്തിൽ സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസ് സമാനമായ തസ്തികയിൽ ജോലി ചെയ്ത ആ മാന്യ വ്യക്തിത്വം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്കും പല തലത്തിൽ നിലവാരത്തിൽ തൻ്റെ സുസ്ഥിരമായ സേവനം നൽകിയത് ഞാൻ ഓർക്കുന്നു. ആമേൻ. 2 തവണ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഡൽഹി സ്റ്റേറ്റിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായിട്ട് മഹത്വമേറകമായ സുസ്ഥിരമായ സേവനം അദ്ദേഹം നൽകുവാനിടയായി. ആമേൻ. ഹല്ലേലൂയ. ആ കാനാവിലെ കല്യാണ വീട്ടിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന പോലെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഈവൻ ദോ ദർ വാസ് ജീസസ് പ്രസൻസ് വാസ് ദർ വാസ് ഷോർട്ടേജ് ആൻഡ് ഷോർട്ട് കമ്മിങ്സ്. ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പ്രതിസന്ധി കടന്നു വരാം. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഇൻവൈറ്റ് ജീസസ്, ലേറ്റർ ദേ ഇൻവോൾവ്ഡ് ജീസസ് ഇൻ ദെയർ പ്രോബ്ലം. അവരുടെ ബുദ്ധിക്കോ കഴിവിനോ പണത്തിനോ അനുസരിച്ചല്ല സോൾവ് ചെയ്യുവാൻ തീരുമാനിച്ചത്, ദൈവത്തെ ഇൻവോൾവ് ചെയ്തു അവരുടെ പ്രോബ്ലത്തിൽ. ജസ്റ്റ് ലൈക്ക് യു ഹാവ് ടു ഇൻവൈറ്റ് ജീസസ്, involved in your family life, and last what they did, they obey the instruction which Lord Jesus has given them. ദൈവത്തിൻ്റെ ആലോചനയനുസരിച്ച് ദൈവിക ഉപദേശങ്ങളനുസരിച്ച് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം പടുത്തുയർത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ശുശ്രൂഷിക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഡൽഹിയിലെ ജനക്പുരി സഭയുടെയും എൻ്റെ ചുമതലയുള്ള IPC ഡൽഹി സ്റ്റേറ്റ് വെസ്റ്റ് ഡിസ്ട്രിക്റ്റിൻ്റെയും IPC ഡൽഹി സ്റ്റേറ്റ് പ്രസിഡന്റ് റവറൻഡ് ഡോക്ടർ ഷാജി ഡാനിയൽ, എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, കൗൺസിൽ മെമ്പേഴ്സ്, ഡൽഹിയിലുള്ള എല്ലാ സഭാവിശ്വാസികൾ, ദൈവജനത്തിൻ്റെയും ആഴമാറിയ സ്നേഹാശംസകൾ, എല്ലാ ഫെലിസിറ്റേഷൻ നിങ്ങൾക്ക് ഈ നവകുടുംബത്തിന് നേർന്നുകൊണ്ട്, പ്രിയ സാനിധ്യം കുടുംബത്തിന് നേർന്നുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ്. കാരണം പെരുമ്പട്ടി സഭയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളിലൊന്നായ കൊയിരേത്ത് കുടുംബം ഇപ്പോഴും പ്രിയ തങ്കച്ചായനടക്കമുള്ള ആ കുടുംബവുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ ദൈവത്തിൻ്റെ മഹത്വമേർന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്രകാരം വളരെ ചിട്ടയിൽ തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം നാട്ടിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം കടന്നു വന്ന് ഇപ്പോൾ പെരുമ്പട്ടിയിലെ IPC സഭയുടെ പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകുന്നു. അതോടൊപ്പം തന്നെ ദൈവവചന ശുശ്രൂഷ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും സഭയുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും വളരെ മുൻപന്തിയിൽ നിന്ന് സഭയുടെ സെക്രട്ടറി എന്നുള്ള നിലയിലും പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അത്തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ ഉള്ള പൈതലാണ് പ്രിയ ജസനും ഇവിടെ കടന്നു വന്ന സമയം മുതൽ സഭയുടെ ആത്മീയ പ്രവർത്തനങ്ങളിൽ വളരെ ആത്മാർത്ഥമായി സഹകരിക്കുകയും പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു യുവാവിനെയാണ് പ്രിയപ്പെട്ട റേമയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ട റേമയെക്കുറിച്ചും കേട്ട നല്ല വാക്കുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കുടുംബത്തിന് ദൈവം ആത്മീയവും ഭൗതികവും മാനസികവും ശാരീരികമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പെരുമ്പട്ടി സഭ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിക്കട്ടെ. ഇന്ന് വിശുദ്ധ വിവാഹത്താൽ ഒരുമിച്ച് യോജിച്ച ടി ജസ്ന ചാച്ചനും റീമ ചേച്ചിക്കും ഞങ്ങൾ IPC ഫിലദൽഫിയ പെരുമ്പട്ടി PYP വക എല്ലാ ആശംസയും പ്രാർത്ഥന അറിയിക്കുന്നു. അതെ, വിവാഹം എന്ന് പറയുന്നത് ദൈവത്താൽ നിയമിക്കപ്പെട്ടതായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റാണ്. ഞങ്ങൾക്ക് ഈ റോയ് സാറിനെ പറ്റി, ആ കുടുംബത്തെപ്പറ്റി ഓർക്കുമ്പോൾ വളരെ അഭിമാനമാണ്. കാരണം സഭയ്ക്ക് വേണ്ടി തൻ്റെ കുടുംബത്താൽ ആവോളം ചെലവിടുവാൻ, സമയം വിനിയോഗിക്കാൻ ദൈവം കൊടുത്തതായ ആ ഒരു കഴിവിനു വേണ്ടി കൊടുത്ത കഴിവ് ഞങ്ങൾ ഓർക്കുമ്പോൾ അത് ഞങ്ങളുടെ സഭയ്ക്ക് ഉള്ളൂർ സെൻട്രൽ ചർച്ചിന് വളരെ അഭിമാനകരമാണ്. പ്രിയമുള്ളവരെ, കുടുംബജീവിതം എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഓളങ്ങളോട് അതിനെ നാം കമ്പയർ ചെയ്യുമ്പോൾ, ഓളങ്ങൾ വരുമ്പോൾ ആ ഓളത്തിൻ്റെ നടുവിൽ അമരക്കാരനായിട്ട് ദൈവം ഉണ്ടെങ്കിൽ ദൈവം അവരുടെ കുടുംബജീവിതത്തെ ധന്യമാക്കും. ഓളങ്ങൾ അവർക്ക് ഭാരമായിട്ട് വരത്തില്ല. ദൈവം എല്ലാ വിധത്തിലും അവരെ അനുഗ്രഹിക്കട്ടെ എന്ന്
സഭയായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം ഇത്രത്തോളം വഴി നടത്തി, മേലാലും വഴി നടത്തുവാൻ ശക്തനായ ദൈവത്തിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. Praise the Lord. First of all, I would like to congratulate Jason and Rema for this wonderful occasion, and I would like to wish you all happy married life. So, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് ഇവിടെ ഈ മീറ്റിങ്ങിൻ്റെ ചെയറായി ഇത് ആദ്യോടന്തം നല്ലതായിട്ട് കൺട്രോൾ ചെയ്ത പെരുമ്പട്ടി IPC പാസ്റ്റർ റെജി ഫിലിപ്പിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അതുകൂടാതെ ഇവർക്ക് കപ്പിളിനുള്ള നല്ല മെസ്സേജ് നൽകിയ IPC ഉള്ളൂർ പാസ്റ്റർ ബാബു ജോസഫിനുള്ള നന്ദിയും ഇത്തരണത്തിൽ അറിയിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വളരെ മനോഹരമായ രീതിയിൽ ദൈവ സാന്നിധ്യത്തിൽ ഈ സർവീസ് നടത്തിയ പാസ്റ്റർ തോമസ് ഫിലിപ്പിനോടുള്ള നന്ദിയും ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഇതുകൂടാതെ കുമ്പനാട് സെൻറ്റർ IPC സെൻറ്ററിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള അസോസിയേറ്റ് സെൻറ്റർ പാസ്റ്റർ TJ എബ്രഹാം, വൈസ് പ്രസിഡൻറ്റ് പാസ്റ്റർ എബ്രഹാം സാമുവൽ എന്നിവരോടുള്ള നന്ദിയും ഇത്തരണത്തിൽ അറിയിക്കുന്നു. അതുകൂടാതെ ഈ ഫംഗ്ഷനിൽ പല പല രീതിയിൽ ഇതിൻ്റെ ഭാഗമായ പാസ്റ്റർ ജോൺസ് കറിയ, പാസ്റ്റർ TA ജോസഫ്, പാസ്റ്റർ ജോർജ് ഫിലിപ്പ്, പാസ്റ്റർ മാത്യു വർഗീസ്, പാസ്റ്റർ ജെയിംസ് വർഗീസ്, പിന്നെ ഡൽഹി IPC സെൻറ്ററിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്ന പാസ്റ്റർ AK റെജി, ഇവരെല്ലാവർക്കുമുള്ള നന്ദി ഒരു പ്രാവശ്യം കൂടെ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഇതുകൂടാതെ ഇവിടെ മനോഹരമായ ഗാനങ്ങൾ നമുക്ക് നൽകി ഈ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച ലിവിങ് വോയിസ് കൊയറിനോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇതുകൂടാതെ ഈ ഓഡിറ്റോറിയം നമുക്ക് ഒരുക്കി തന്ന ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനോടും, അതുകൂടാതെ ഈ സ്റ്റേജ് ഒന്ന് ഭംഗിയായി അലങ്കരിച്ച ഡെക്കറേറ്റേഴ്സിനോടും, അതുകൂടാതെ ഇത് ലൈവ് സ്ട്രീം ചെയ്യുന്ന ഇമാജ് പെരുമ്പട്ടി ടീമിനോടുമുള്ള നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഇതുകൂടാതെ നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം ഇവിടെ ക്രമീകരിച്ച സാജൻ കേറ്ററേഴ്സിനുള്ള നന്ദിയും അറിയിക്കുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ബന്ധുമിത്രാദികൾ ഇത് വളരെയധികം പെട്ടെന്ന് ക്രമീകരിച്ചിട്ടുള്ള വെഡ്ഡിങ് ആയതിനാൽ കുറേയധികം ഓടിയെങ്കിലും അത് അവസാനം ദൈവം ഇത്ര തരത്തിൽ വളരെ മനോഹരമായ രീതിയിൽ ഇത് ഞങ്ങൾക്കായി ഒരുക്കി തന്ന ദൈവത്തിനോട് നന്ദി പ്രാവശ്യം അറിയിച്ചുകൊണ്ട് ഇരുന്നുകൊള്ളുന്നു. ദൈവത്തിന് നന്ദി പറയുമോ? ഇത്രത്തോളം സമയം നമ്മുടെ കർത്താവ് തൻ്റെ കൃപ നൽകി നമ്മെ സഹായിച്ചല്ലോ. കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ പ്രിയ കർത്താവും ദൈവവുമേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ പിന്നെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ സ്തോത്രം ചെയ്യുന്നു. ഈ വിവാഹ ശുശ്രൂഷയുടെ ആരംഭം മുതൽ ഈ അവസാന നിമിഷം വരെ ദിവ്യ സാന്നിധ്യം കൊണ്ട് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. ശുശ്രൂഷയുടെ എല്ലാവിധ കാര്യങ്ങളിലും ദൈവം ഞങ്ങൾക്ക് വേണ്ട കൃപ നൽകിയതിനാൽ സ്തോത്രം. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തിരുവചനപ്രകാരമുള്ള സകല നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നൽകണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരോടും ദൈവം സംസാരിക്കണമേ. ഞങ്ങളുടെ അരുമനാഥനായ കർത്താവ് സഭയെ വേളി കഴിക്കേണ്ടതിനായി എത്രയും വേഗം വരുന്നല്ലോ. ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവിൻ്റെ കൃപയും സമാധാനവും നന്മകളും അനുഗ്രഹങ്ങളും നാം എല്ലാവരോട് കൂടെയും ഇപ്പോഴും കർത്താവിൻ്റെ വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ മനോഹരമായ ദിവസത്തിൽ കർത്താവേ, പ്രിയ മക്കളുടെ വിവാഹം വളരെ ദൈവസാന്നിധ്യത്തിൽ നടക്കുവാൻ കൃപ തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹിച്ചതിനാൽ നന്ദി. ഞങ്ങളുടെ യാത്രകളിലൊക്കെ അവിടുന്ന് സൂക്ഷിച്ചതിനാൽ സ്തോത്രം. തിരിച്ച് ഭക്ഷണം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ അവിടുത്തെ കൃപ കൂടിയിരിക്കണമേ. ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഭക്ഷണത്തെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. അതിന്ന് ഭക്ഷിച്ച് ബലപ്പെട്ട് അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമത്തിനാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Another hour just slipped away.
It's hard to tell you when I haven't all this time. Maybe if I wear it on my face, someone else will let you know I'm not alright. With nothing to lose, but all this to drink. I'm drowning in you, I can't help but think. What if I didn't know? Letting you let me go would leave me here all alone, missing you. And what if I didn't run the second our second chance wasn't gone? And what if you were the one? What if I wasn't done loving you? I wonder if you ever feel the same, intimidated by the way you seem just fine. I know I told you it'd be better this way. I didn't know that it would hurt me like that. Should've known that it'd be hard to go back. Nothing to lose, but all this to drink. I'm drowning in you, I can't help but think. What if I didn't know? Letting you let me go would leave me here all alone, missing you. And what if I didn't run the second our second chance wasn't gone? What if you were the one? What if I wasn't done loving you? 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 What if I wasn't done loving you?
രക്ഷകനു സ്തോത്രം, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുവിധം പോ, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുവിധം പോ. കർത്താവിന്റെ കൃപയാലും കരുണയാലും ഇന്നത്തെ ദിവസം ഈ വിവാഹത്തോടുള്ള ബന്ധത്തിൽ യാത്രകളിൽ ദൈവത്തിന്റെ സഹായമിരുന്നു. ശുശ്രൂഷകളിൽ കർത്താവിന്റെ കൃപയുണ്ടായിരുന്നു. വിവാഹാനന്തരം ഭക്ഷണത്തിന് ശേഷം ചില സമയങ്ങൾ കൂടെ ഓഡിറ്റോറിയത്തിൽ ചിലവഴിച്ച് ഈ ഭവനത്തിലേക്ക് സന്തോഷത്തോടെ ആ പ്രിയ കുഞ്ഞുങ്ങൾക്ക് കടന്നു വരുവാൻ, അവരോടൊപ്പം പ്രിയ മാതാപിതാക്കന്മാർ, സഹോദരങ്ങള്, പ്രിയപ്പെട്ടവർക്ക് ഇവിടെ വന്നു ചേർന്ന് സന്തോഷത്തോടെ ആയിരിക്കാൻ ദൈവം ഇടയാക്കി. ചുരുങ്ങിയ മിനിറ്റുകൾ ഇവിടെ ചിലവഴിച്ചു. ദീർഘമായ മണിക്കൂറുകൾ യാത്ര ചെയ്ത് മടങ്ങി ട്രിവാൻഡ്രത്ത് എത്തേണ്ടതുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ഈ നവ കുടുംബത്തിന് ആവശ്യമായുള്ള എല്ലാ ആത്മീക, ഭൗതിക, ശാരീരിക നന്മകൾ, മാനസിക ബലങ്ങളെല്ലാം നൽകി ദൈവരെ ജയത്തോടെ നടത്തേണ്ടതിന് വരും കാലങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിലൂടെ അവൻ വർധനവുകൾ, നന്മകൾ കർത്താവ് നൽകേണ്ടതിന് ഈ കുടുംബജീവിത നിമിത്തം ഇരു സഭകൾക്കും അവൻ പ്രിയപ്പെട്ടവർ നന്മയും അനുഗ്രഹവും അഭിമാനവുമായിരിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അവിടുത്തെ മക്കളാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ പാതാന്തിക എടുത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവയുടെയാക്കിയ വലിയ കൃപകൾക്കായി സ്തോത്രം. വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഇവിടേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. കർത്താവെ, വിവാഹം മംഗളകരമായി ദൈവസാന്നിധ്യത്തിൽ നടക്കുവാൻ ദൈവം ഇടയാക്കി. അതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ജസനായി, പ്രേമിക്കായി പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവയുടെയാക്കണമേ കർത്താവ്. ഇന്ന് തുടങ്ങുന്ന അവരുടെ ആ കർത്താവെ കുടുംബജീവിതം അത് ദൈവത്താൽ കർത്താവെ സ്ഥാപിതമായി, കർത്താവെ പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം പോലെ കർത്താവെ അത് പണിയപ്പെടുവാൻ ദൈവമിടയാക്കണം. ഒരു പ്രതികൂല ശക്തികൾക്കോ കാറ്റിനോ കോളിനോ ഒന്നും അത് തകർത്ത് കളയുവാൻ കഴിയാതെ വണ്ണം കർത്താവിൽ ഉറച്ചു നിൽക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. അവരുടെ ഇരു കുടുംബങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇരു സഭകൾക്കായി സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇപ്പോൾ കർത്താവ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ കടന്ന് അവർ തിരുവനന്തപുരത്തേക്ക് വീണ്ടും കടന്നു പോകുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും അവരുടെ യാത്രയിൽ ഉണ്ടായിരിക്കണം. എല്ലാ നിലയിലും അവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് കർത്താവേ ഇന്നത്തെ ദിവസം ആമേൻ പ്രിയ മക്കളുടെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ ബന്ധപ്പെടുകയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങളുടെ പ്രവർത്തികളെയൊക്കെ ഇത്രത്തോളം സാധ്യമാക്കി തന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദി കരയറ്റുകയാണ്. വിശേഷിച്ച് പ്രിയ മക്കളുടെ വിവാഹം ഇന്ന് വളരെ അനുഗ്രഹമായി തീർന്നു. ദൈവദാസന്മാർ വിവിധ ഇടങ്ങളിൽ നിന്ന് കടന്നു വന്നു. ദൈവജനം പലയിടങ്ങളിൽ നിന്ന് കടന്നു വന്നു. ബന്ധുമിത്രാദികളായി പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം ഇടയാക്കി. എല്ലാവരും കർത്താവെ അവരുടെ ആശീർവാദങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മുതൽ അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയവനായ ദൈവത്തിന്റെ കരുതലും സഹായവും അവനെ വർഷിപ്പിച്ച് അവൻ ഉത്തമമായ ഒരു കുടുംബജീവൻ നയിച്ച് അവൻ ദൈവത്തിനും ദൈവവേലയ്ക്കും ദൈവസഭയ്ക്കും അവർ അനുഗ്രഹമായി തീരുവാൻ, അവരുടെ ഇരു കുടുംബങ്ങൾക്കും മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും അവർ അഭിമാനമായി ജീവിപ്പാൻ കർത്താവ് ഇടയാക്കി തീർക്കണമേ. ദൈവം അനുവദിച്ചാൽ, അവിടുത്തെ വരവ് താമസിച്ചാൽ അവരുടെ കുടുംബജീവിതത്തിൽ വർധനവുകൾ നൽകണമേ, തലമുറകളെ നൽകണമേ, അവർക്ക് ഉയർച്ചകളും അഭിവൃദ്ധിയും കൊടുക്കണമേ. അവർ ആഗ്രഹിക്കുന്നതായ തലങ്ങളിലൊക്കെ എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഇടവരുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം അവരുടെ കൂടെ ഇരിക്കണമേ. ഓരോ ദിവസവും പ്രാർത്ഥനയോടെ ആരംഭിപ്പാൻ, പ്രാർത്ഥനയോടുകൂടെ കിടന്നുറങ്ങുവാൻ ദൈവം അവർക്ക് കൃപ ചെയ്യണമേ. അവരുടെ ജീവിതത്തിന്റെ എല്ലാ നന്മകൾക്കും വേണ്ടി ഞങ്ങൾ തിരുസന്നിധി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൃപ തോന്നണമേ. പ്രത്യേകിച്ച് കർത്താവെ പ്രിയ റൈമയുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാൾ ഇതുവരെ
ആമേൻ കർത്താവേ നിന്റെ മകളെ പോറ്റി പുലർത്തി വളർത്തിക്കൊണ്ടുവരുവാൻ ആവശ്യമായ വിദ്യാഭ്യാസം കൊടുക്കുവാൻ ആവശ്യമായ എല്ലാ സംരക്ഷണവും കൊടുക്കുവാൻ ദൈവമായ കർത്താവ് പ്രിയപ്പെട്ടവർക്ക് കൊടുത്ത അവൻ അവസരങ്ങൾക്കായി സ്തോത്രം. ഇന്നു മുതൽ ഈ ഭവനത്തിൽ പ്രിയ ജസന്റെ ഭാര്യയായി അവൻ ഈ കുടുംബത്തിലെ ഒരു അംഗമായി പ്രിയമകൾ തീർന്നിരിക്കുമ്പോൾ കർത്താവെ ഇന്നു മുതൽ ഈ ഭവനത്തിനും പ്രിയമകളുടെ അനുഗ്രഹമായി തീരേണ്ടതിന് ആമേ കഴിഞ്ഞ കാലങ്ങളിൽ പ്രിയമകൾ എങ്ങനെയായിരുന്നോ അതിനേക്കാൾ ഉപരിയായി ഈ കുടുംബത്തിന് പ്രകാശമായി ശോഭിപ്പാൻ തക്കവണ്ണം തൃക്കരങ്ങളിലേക്ക് പ്രിയമകളെ ഏൽപ്പിക്കുന്നു. ആമേ ജസന് വേണ്ട കൃപകൾ കൊടുക്കണമേ. വന്നുയർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേ സാനച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ ജസിയാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇരുവരുടെയും സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേനതേ ഇരു സഭകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിന്റെ കുഞ്ഞുങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പലയിടങ്ങളിലേക്കൊക്കെയായി യാത്ര ഇവിടെ തിരിക്കുമ്പോൾ ഒരുവനായ കർത്താവിന്റെ സഹായവും സാന്നിധ്യവും വാഹനങ്ങളോട് കൂടെ ഇരിക്കണമേ. ഒരു പ്രയാസമോ ഭാരമോ നേരിടാതെ വണ്ണം തക്ക സമയത്ത് ക്ഷേമത്തോടുകൂടെ എത്തേണ്ട ഭവനങ്ങളിൽ എത്തിച്ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ സന്തോഷമായി അവൻ കർത്താവെ അവർ പിന്നെയും കാണുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഇടയാക്കണമേ. അവിടുത്തെ വരവ് താമസിച്ചാൽ പിന്നെയും ഞങ്ങൾക്ക് കാണുവാൻ അവിടുന്ന് കൃപ തരണമേ. പ്രത്യേകിച്ച് കർത്താവെ പ്രിയ ജസനും അവനത് റൈമയും അവൻ അല്പ സമയം കഴിയുമ്പോൾ ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുകയാണല്ലോ. കർത്താവെ കൃപ തോന്നി സഹായിക്കണമേ. അവൻ പിന്നെയും ഇവിടേക്ക് മടങ്ങി വരുന്നവരെ വിശേഷാൽ ആവശ്യമായ എല്ലാ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. നാമത്തെ മഹത്വപ്പെടുത്തണം. വരവിനായി ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ആശീർവാദങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടുകൂടിയും ഇരു ഭവനങ്ങളോടുകൂടിയും ഇപ്പോൾ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ കൂടിയും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ. എല്ലാ സമരനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു. കഥാവേ, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു. കഥാവിന്റെ കൃപയിൽ ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ കഥാവേ ദിവസങ്ങളായി ഞങ്ങൾ ഇരു സഭകൾ കഥാവേ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളുടെ സഭകൾ ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കഥാവേ അതിനായി ഞങ്ങൾ ഒരുങ്ങുകയും ചെയ്തു. ഇന്ന് രാവിലെ സമയം കഥാവേ ദൈവമേ പെരുമ്പട്ടിയില് കഥാവേ ദൈവസഭയുടെ മധ്യത്തിൽ വെച്ച ഉടമ്പടിയിലൂടെ വിശുദ്ധ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുമായി കർത്താവിന്റെ അടുക്കിലേക്ക് പിന്നെയും കടന്നു വരുവാൻ സഹായിച്ചല്ലോ കർത്താവേ. ദൈവമേ പെരുമ്പട്ടിയിൽ നിന്ന് അതിന്റെ മക്കളെ യാത്ര ചെയ്ത് വാത്സല്യ കർത്താവേ പ്രിയ റോയ് സാറ് പ്രിയ കർത്താവേ നിന്റെ മകളോട് ചേർന്ന് കുഞ്ഞുങ്ങളുമായി സുഖകരമായി യാത്ര ചെയ്ത് അവർ ഭവനത്തിലേക്ക് വന്ന് ചേരുവാൻ ദൈവം കരുണ കാണിച്ചല്ലോ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വാത്മനമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. കർത്താവ് ചെയ്തിരിക്കുന്ന സമസ്ത ഉപകാരങ്ങൾക്കായി സ്തോത്രം. ഇങ്ങനെ ഒരു സന്തോഷ ദിവസം ഈ ഭൂമിയിൽ വാത്സല്യ കൂടാരത്തിൽ
ദൈവം നൽകിയതുകൊണ്ട് സ്തോത്രം. തലമുറയെ നീ മാനിച്ചതുകൊണ്ട് സ്തോത്രം. തക്ക സമയങ്ങൾ അവർക്ക് വേണ്ടി വഴികളും വാതിലും തുറന്നതിനായി സ്തോത്രം. കഥാവായ ദൈവമേ, ആമേ പ്രിയ കഥാവേ സ്തോത്രം. കഥാവേ പ്രിയ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ആമേ പ്രിയ മോളെ ഇത്രത്തോളം നീ മാനിച്ചല്ലോ. ഹല്ലേലൂയ. കഥാവേ നിന്റെ മാധ്യ കഥാവേ സന്നിധി ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ ആമേ സ്തോത്രം. കഥാവേ പ്രിയ ജസൻ മോനെ ആമേ തുണയായി നൽകിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കഥാവേ ഇന്ന് മുതൽ നീയുടെ കരങ്ങൾ പിടിക്കണമേ. കഥാവേ നീ കൂടെ ഇരിക്കണമേ. മൂന്നാമനായുള്ള ജീവിതത്തിന്റെ പടകിൽ നീ ഉണ്ടാകണമേ. കാറ്റും കോളും ഭാരങ്ങളും ഈ ഭൂമി ഞങ്ങൾക്കുണ്ടെങ്കിലും എല്ലാറ്റിന്മേലും ജയം കൊടുക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം പ്രിയമക്കളോട് ഇരുന്ന് അവരെ വഴി കാണണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു വിശുദ്ധ കുടുംബത്തിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ ഉദവികളും, എല്ലാ ഐശ്വര്യങ്ങളും, എല്ലാ നന്മയും, എല്ലാ ഉയർച്ചകളും പ്രിയമക്കൾക്ക് നൽകേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഈ സന്ധ്യയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വീണ്ടും അനുഗ്രഹിച്ച് ഈ ഭവനത്തിലേക്ക് സ്വീകരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നല്ല ദാനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ആമേൻ. സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ, സമ്പത്ത് ഉണ്ടാകട്ടെ, ആത്മീയ ജീവിതത്തിന്റെ നിറവുകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് വാത്സല്യ ഭവനത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് ചെയ്ത എല്ലാ നന്മയ്ക്കും സ്തോത്രം ചെയ്യുകയാണ്. സാറിനെ അനുഗ്രഹിക്കണമേ, ആയുസ്സും ബലവും നൽകണമേ, സന്തോഷമുള്ള കാലങ്ങൾ, ആശ്വാസ ദിനങ്ങൾ ഈ മക്കളിൽ കാണാനുള്ള ഭാഗ്യം കൊടുക്കണമേ. നിന്റെ തലമുറ യഹോവയാൽ ഉപദേശിക്കപ്പെടും, നിന്റെ തലമുറയുടെ സമാധാനം വലുതുമാകുന്നുവെന്ന് അങ്ങയുടെ തിരുവെഴുത്ത് പറയുന്നത് പോലെ നിങ്ങളുടെ സമാധാനം വലുതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവമേ, ഉണ്ടായി കൊടുത്ത നിന്റെ മകളെ നീ അനുഗ്രഹിച്ചുകൊള്ളണമേ. പ്രിയ കുഞ്ഞുങ്ങളെ നീ ആശീർവദിക്കണമേ. അവർക്കും ഈ സന്തോഷ അവസരങ്ങളിൽ ഒന്നിച്ചു ചേരുവാൻ അവസരം ഉണ്ടാക്കിയതുകൊണ്ട് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ യാത്രകളിൽ നിന്റെ സാന്നിധ്യം ഇരിക്കണമേ. അവരുമായി ബന്ധപ്പെട്ട ചാർച്ചക്കാർ, പ്രിയമുള്ളവർ, ദൈവദാസന്മാർ, വിളിച്ച വന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാറ്റിനും നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കണമേ സർവശക്തനായ പിതാവേ. ആമേൻ. നന്ദിയോടെ സ്തോത്രം.